നടൻ രാജേന്ദ്രൻ വിടവാങ്ങി. മരണം അസുഖത്തെ തുടർന്ന്. നടൻ മുകേഷിന്റെ സഹോദരി ഭർത്താവ് മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങൾ എത്തി. അസുഖം ബാധിച്ച രീതിയിൽ താരസംഘടനയായ അമ്മയുടെ ഇലക്ഷന് എത്തിയപ്പോൾ താരത്തെ കണ്ട് ആരാധകർ അന്ന് ഞെട്ടിയിരുന്നു. ഇപ്പോഴിതാ നടനും സംവിധായകനുമായ E.A. രാജേന്ദ്രന്റെ മരണവാർത്തയും എത്തിയിരിക്കുന്നു. 71 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. നടനും MLA-യുമായ M. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ്. സംസ്കാരം തൃശൂരിൽ നടക്കും. കൊല്ലം പട്ടത്താനത്തെ വസതിയിൽ വെച്ച് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. ആശുപത്രിയിൽ എത്തിച്ച ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സദ്യ രാജേന്ദ്രനാണ് ഭാര്യ. നാടകരംഗത്ത് ഏറെ സജീവമായിരുന്നു അദ്ദേഹം. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും നാടക സംവിധാനം അദ്ദേഹം തുടർന്നിരുന്നു. ക്യാരക്ടർ റോളുകളിലും വില്ലൻ വേഷങ്ങളിലും തിളങ്ങിയ രാജേന്ദ്രൻ നാടകം, സിനിമ എന്നിവയ്ക്കൊപ്പം ടെലിവിഷൻ പരമ്പരകളിലും സാന്നിധ്യമറിയിച്ചു. VR ഗോപിനാഥിന്റെ ഗ്രീഷ്മം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത്. കാവടിയാട്ടം എന്ന ചിത്രത്തിൽ പ്രധാന വില്ലനായി. ഇടക്കാലത്ത് അദ്ദേഹം സിനിമയിൽ നിന്ന് നീണ്ട ഇടവേളയെടുത്തിരുന്നു. ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് മടങ്ങിയെത്തി. ഈ ചിത്രത്തിലെ ഉണ്ണിത്തമ്പുരാൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പട്ടാഭിഷേകത്തിലെ ബലരാമൻ എന്ന വില്ലൻ വേഷവും കയ്യടി നേടി. നരസിംഹം, തച്ചിലേടത്ത് ചുണ്ടൻ, പ്രണയവർണ്ണങ്ങൾ, സ്നേഹം, ദയ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, മീശമാധവൻ, കളിയാട്ടം, പട്ടാഭിഷേകം തുടങ്ങി 60ഓളം ചിത്രങ്ങളിൽ വില്ലനായും സ്വഭാവനടനായും അദ്ദേഹം അഭിനയിച്ചു. തൃശൂരിലായിരുന്നു രാജേന്ദ്രന്റെ ജനനം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് 1ാം റാങ്കോടെയാണ് ബിരുദം പൂർത്തിയാക്കിയത്. പിന്നീട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചു. പൂനെയിലെ പഠനത്തിന് ശേഷം നാട്ടിലെത്തിയ സന്ദർഭത്തിലാണ് O. മാധവന്റെയും വിജയകുമാരിയുടെയും മകളും നടനും MLA-യുമായ മുകേഷിന്റെ സഹോദരിയുമായ സന്ധ്യയെ രാജേന്ദ്രൻ പരിചയപ്പെടുന്നതും തുടർന്ന് ഇരുവരും വിവാഹിതരാകുന്നതും. ഏകമകൻ നടൻ ദിവ്യദർശൻ. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി